ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വെള്ളക്കടല വെച്ചുള്ളൊരു റെസിപ്പിയാണ് കാണിക്കുന്നത്. ചന മസാല. മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കാന്താരിയാണ് ചേർത്തിരിക്കുന്നത്. ഒരു 5-8 വെളുത്തുള്ളി തൊലി കളഞ്ഞതും ചെറിയൊരു പീസ് ഇഞ്ചി വൃത്തിയാക്കി അരിഞ്ഞതും 12 കാഷ്യൂനട്ട് കുതിർത്തതും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, അധികം പുളിക്കാത്ത 3 ടേബിൾ സ്പൂൺ തൈര്. നമ്മൾ ചേർക്കുന്ന കടലയുടെ അനുസരിച്ച് വേണം ഈ തൈരുമൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യണം. അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഞാനിവിടെ 1.5 കപ്പ് കടലയുടെ അളവാണ് പറയുന്നത്. ഇനി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ബട്ടർ ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് നമുക്ക് ജീരകം ഇട്ട് കൊടുക്കണം. നിങ്ങളുടെ ഈ ബട്ടർ ഇല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലായാലും മതി. 1/4 ടീസ്പൂൺ സാധാരണ ജീരകം ഉണ്ടല്ലോ, ആ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നല്ലതുപോലെ പഴുത്ത 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ തക്കാളിയിലെ വെള്ളമെല്ലാം വറ്റി അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരണം. കണ്ടോ? ഈ സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന കൂട്ടുകൂടെ ചേർത്ത് കൊടുക്കുക. ഇനി അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി അതിൻ്റെ പച്ചപ്പൂത്തൊക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. എല്ലാ റെസിപ്പികളും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് ചപ്പാത്തിക്കും പൂരിക്കും ബട്ടൂരയ്ക്കും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. വെള്ളക്കടല വെച്ചുള്ള 2 റെസിപ്പികൾ നേരത്തെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചോല മസാല എന്നും പറഞ്ഞ് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന മസാലയുടെയും പിന്നെ വെള്ളക്കടല വെച്ചുള്ള ഒരു കുറുമി, അതിൻ്റെ എല്ലാം ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. കണ്ടിട്ടില്ലാത്തവർക്ക് കണ്ട് ട്രൈ ചെയ്യാം. ഞാനിവിടെ 1.5 കപ്പ് കടല 6 മണിക്കൂർ കുതിർത്തതിന് ശേഷം കുക്കറിൽ വേവിച്ചെടുത്തതാണ്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈസ്റ്റ് ചേർക്കാതെയും ബട്ടൂര ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോയും ഞാൻ 2 എണ്ണം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കണ്ടിട്ടില്ലാത്തവർക്ക് കണ്ട് ട്രൈ ചെയ്യാം. 1/2 ടീസ്പൂൺ കായപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കറിയുടെ വെള്ളത്തിൻ്റെ അളവൊക്കെ അവരവരുടെ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കണം. എത്രമാത്രം തിക്നെസ് വേണോ അതിനനുസരിച്ച്. ഇനി 1 സവാള കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞതിട്ട് കൊടുക്കാം. പിന്നെ മല്ലിയില നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞ് മല്ലിയില ഇട്ട് കൊടുക്കണം. മല്ലിയില ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടപ്പടച്ച് 10 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ വെക്കണം. അതിന് ശേഷമേ അത് ഇളക്കിയതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചന മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാനൊക്കുന്ന നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് പൂരിയുടെയും ചപ്പാത്തിയുടെയും ബട്ടൂരയുടെയും ഒക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. ഞങ്ങൾ ബട്ടൂരയ്ക്കൊപ്പമാണ് കഴിച്ചത്. എല്ലാവർക്കും ഇഷ്ടമായി. നല്ല ടേസ്റ്റായിരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.